गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद। പറയുന്നത് കേൾക്കാമോ? കേൾക്കുന്നില്ല പ്രഭുജി. ഇപ്പോഴും കേൾക്കാൻ പറ്റുന്ന പ്രഭു. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നു. അപ്പൊ നമുക്ക് അവിടെ കറണ്ട് പോയതാണ്. കേൾക്കുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും ഭഗവത്ഗീത ഓവർവ്യൂവിന്റെ 8ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം 7ാമത്തെ ദിവസത്തിൽ കഴിഞ്ഞ അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 8ാമത്തെ അധ്യായം പരമപദപ്രാപ്തി എന്നുള്ള അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ച തന്നെയാണ്. ഈ അധ്യായം വളരെ ഒരു ചെറിയ അധ്യായമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവാനെ എല്ലാ ദേവന്മാരുടെയും നിയന്താവായിട്ടും എല്ലാ ജീവജാലങ്ങളുടെയും നിയന്താവായിട്ടും എല്ലാ യജ്ഞങ്ങളുടെയും നിയന്താവായിട്ടും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അല്ലെങ്കിൽ മരണസമയത്ത് ഭഗവാനെ കുറിച്ചുള്ള സ്മരണ ഭഗവാൻ തന്നെ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അർജുനൻ ചോദിക്കുന്നതിലൂടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. മാത്രമല്ല, ചില വാക്കുകൾ ഭഗവാൻ പറഞ്ഞത് അർജുനന് മനസ്സിലായില്ല. അത് അർജുനൻ വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ട്. ചില വാക്കുകൾ ഭഗവാൻ 29-30 ശ്ലോകങ്ങളിൽ പറഞ്ഞ വാക്കുകളാണ് അർജുനൻ ചോദിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ 29-30 ശ്ലോകങ്ങളിൽ 29ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജരാമരണ മോക്ഷായ മാമാശ്രിത്യ യദന്തിയെ തേ ബ്രഹ്മ തദ്വിദു കൃഷ്ണം അധ്യാത്മം കർമ്മ ചാഖിലം. 30ാമത്തെ ശ്ലോകം, സാധിഭൂതാദിദൈവം മാം സാധിയജ്ഞം ചെയ്യേവിദു പ്രയാണകാലേ ബിജമാം തേ വിദുർയുക്ത ചേതസ. ഇത് പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾക്ക് വിശദീകരണം അർജുനൻ ചോദിക്കുകയാണ്. 29ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ബ്രഹ്മം, അധ്യാത്മം എന്നുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേ ബ്രഹ്മ തദ്വിദു കൃഷ്ണം അധ്യാത്മം കർമ്മചാകിലം. അതേപോലെ 30ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധിഭൂതാദി ദൈവം സാധിയജ്ഞം ചെയ്യേവിദു. ഈ വാക്കുകൾ അർജുനന് കൃത്യമായിട്ട് എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ചത്, ആ വാക്കുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ അർജുനൻ എടുത്ത് ചോദിക്കുന്നു. 8ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ, കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ച കിം പ്രോക്തം അതിദൈവം കിം ഉച്യതേ. എന്താണ് ബ്രഹ്മം, എന്താണ് അധ്യാത്മം, എന്താണ് അതിഭൂതം, എന്താണ് അതിദൈവം. 2ാമത്തെ ശ്ലോകത്തില് അതിയജ്ഞം കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന. എന്താണ് അതിയജ്ഞം എന്ന് ചോദിക്കുന്നു. പിന്നീട് പ്രയാണകാലേജ കഥം ജ്ഞേയോസി നിയതാത്മക. പ്രയാണ സമയത്ത് എങ്ങനെയാണ് അങ്ങ്
ഓർമ്മിക്കാൻ സാധിക്കുന്നത്. ഇതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനത്തെ ശ്ലോകത്തിൽ, കഴിഞ്ഞ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തില് പ്രയാണകാലത്ത് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് അർജുനൻ ഇവിടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഭഗവാൻ അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അധ്യായം നമ്മൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി കുറച്ച് ഭാഗങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കും. 28 ശ്ലോകമാണ് ഈ അധ്യായത്തിലുള്ളത് എന്ന് പറഞ്ഞു. നമുക്ക് ഈ അധ്യായത്തിനെ 7 ഭാഗങ്ങളാക്കി തിരിക്കാം. അതിൽ ആദ്യത്തെ ഭാഗം 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളാണ്. 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങൾ 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ ഭഗവാൻ പറഞ്ഞ സാങ്കേതിക പദങ്ങൾക്ക് വിശദീകരണം ചോദിക്കുന്നു. ഭഗവാൻ അതിന് മറുപടി നൽകുന്നു. അർജുനൻ ചില ടെക്നിക്കൽ ടേംസ്, സാങ്കേതിക പദങ്ങൾ, അതിഭൂതം, അതിയജ്ഞം, ബ്രഹ്മം, അധ്യാത്മം, ഇങ്ങനെയുള്ള സാങ്കേതിക പദങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നു. അതിന്റെ നിർവചനം ഭഗവാൻ പറഞ്ഞു കൊടുക്കും. പിന്നീട് രണ്ടാമത്തെ ഭാഗത്ത് 5 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ മരണസമയത്ത് ഭഗവാനെ സ്മരിക്കുന്ന വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഭഗവാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. 5 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ മരണസമയത്ത് ഭഗവാനെ സ്മരിക്കുന്ന വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം 9 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങൾ. 9 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ അഷ്ടാംഗയോഗി എങ്ങനെയാണ് മരണസമയത്ത് ഭഗവാനെ സ്മരിക്കുന്നത് ഭഗവാൻ വിശദീകരിക്കുന്നു. 9 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ അഷ്ടാംഗയോഗി എങ്ങനെയാണ് മരണസമയത്ത് ഭഗവാനെ സ്മരിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. നാലാമത്തെ ഭാഗത്ത് 14 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ 14 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ ശുദ്ധഭക്തൻ എളുപ്പത്തിൽ ഭഗവാനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കും. മറ്റു യോഗ പദ്ധതികളെക്കാൾ വളരെ എളുപ്പമാണ് ഭക്തിയോഗം. അതുകൊണ്ട് ശുദ്ധഭക്തൻ എളുപ്പത്തിൽ ഭഗവാനെ പ്രാപിക്കുന്നു എന്ന് നാലാമത്തെ ഭാഗത്ത് 14 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു. അതിനുശേഷം അഞ്ചാമത്തെ ഭാഗത്തിൽ 17 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളിൽ 17 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളിൽ ആത്മീയ ലോകവും ഭൗതിക ലോകവും തമ്മിലുള്ള വ്യത്യാസം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ആത്മീയ ലോകവും ഭൗതിക ലോകവും തമ്മിലുള്ള വ്യത്യാസം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ ആറാമത്തെ ഭാഗം 23 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളാണ്. 23 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾ ആറാമത്തെ ഭാഗത്ത് ഏതെല്ലാം സമയത്ത് ശരീരം വെടിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരുന്നു, ഏതെല്ലാം സമയത്ത് ശരീരം വെടിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല, ഇത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആറാമത്തെ ഭാഗത്ത്. 23 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളിൽ ഏതെല്ലാം സമയത്ത് ശരീരം വെടിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്, ഏതെല്ലാം സമയത്ത് ശരീരം വെടിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ഏഴാമത്തെ ഭാഗം അവസാനത്തെ ശ്ലോകമാണ്, 28ാമത്തെ ശ്ലോകം. ഏഴാമത്തെ ഭാഗം ഭക്തന് പുണ്യഫലങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഭക്തന് പുണ്യഫലങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ 7 ഭാഗമായിട്ട് നമ്മൾക്ക് ഈ അധ്യായത്തിനെ തിരിച്ചു മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് മനസ്സിലായോ? 7 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾക്കിനി ശ്ലോകങ്ങളിലേക്ക് നോക്കാം. യെസ്, 1ഉം 2ഉം ശ്ലോകങ്ങൾ അർജുനന്റെ സംശയമാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അർജുനൻ കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് മനസ്സിലാകാത്ത വാക്കുകൾ എടുത്തു ചോദിക്കുകയാണ് അല്ലെ. ഒന്നാമത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 8ാമത്തെ അധ്യായത്തില് ഈ അധ്യായത്തിന്റെ പേര് ശീലപ്രഭുപാദർ കൊടുത്തിട്ടുള്ളത് പരമപദപ്രാപ്തി എന്നാണ്. പരമപദപ്രാപ്തി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 28 ശ്ലോകങ്ങളാണുള്ളത്. നമ്മൾ അതിനെ 7 ഭാഗമാക്കി തിരിച്ചു. ഇനി നമുക്ക് ഓരോ ശ്ലോകങ്ങൾ എടുത്ത് നോക്കാം. ഒന്നും രണ്ടും ശ്ലോകങ്ങൾ നോക്കുകയാണെങ്കിൽ അർജുനന്റെ സംശയമാണ്. അർജുന വാച. ഒന്നാമത്തെ ശ്ലോകം കിം തദ്ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ച കിം പ്രോക്തം അതിദൈവം കിം ഉച്യതേ. രണ്ടാമത്തെ ശ്ലോകം അധിയജ്ഞ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മതി. 6 വാക്കുകൾ അർജുനൻ ചോദിക്കുന്നുണ്ട് ഈ 2 ശ്ലോകങ്ങളായിട്ട് അല്ലെ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ശ്ലോകത്തിൽ ഏതൊക്കെ വാക്കുകളാണ് ചോദിച്ചിട്ടുള്ളത്? കിം തദ് ബ്രഹ്മ, ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചു. കിം അധ്യാത്മം, അധ്യാത്മം എന്താണെന്ന് ചോദിച്ചു, 2 വാക്കായി. കിം കർമ്മ പുരുഷോത്തമ, എന്താണ് കർമ്മം എന്ന് ചോദിച്ചു. എത്ര വാക്കായി? 3 വാക്ക്. പിന്നീട് അധിഭൂതം ച കിം പ്രോക്തം, അധിഭൂതം എന്താണെന്ന് ചോദിച്ചു, 4ാമത്തെ വാക്ക്. അതിദൈവം കിം ഉച്യതേ, എന്താണ് അതിദൈവം എന്നും ചോദിച്ചു. അപ്പൊ ഈ ശ്ലോകത്തില് എത്ര വാക്കുകൾ ചോദിക്കുന്നുണ്ട്? 6. ഒന്നാമത്തെ ശ്ലോകത്തില് 6 വാക്കുകൾ. 5. ഒന്നാമത്തെ 5. ഒന്നാമത്തെ ശ്ലോകത്തിൽ 2. എല്ലാവർക്കും വ്യത്യസ്തമായ ഉത്തരങ്ങളാണ്. എത്ര വാക്കുകളാണ്? 5 വാക്കുകൾ. ഒന്നാമത്തെ ശ്ലോകത്തിൽ 5 പ്രഭുജി. ബ്രഹ്മം എന്താണെന്ന് ചോദിക്കുന്നു, അധ്യാത്മം എന്താണെന്ന് ചോദിക്കുന്നു, കർമ്മം എന്താണെന്ന് ചോദിക്കുന്നു, അതിഭൂതം എന്താണെന്ന് ചോദിക്കുന്നു, അതിദൈവം എന്താണെന്ന് ചോദിക്കുന്നു. 5 വാക്ക് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ ശ്ലോകത്തില് അധിയജ്ഞം എന്താണെന്ന് ചോദിക്കുന്നു, എന്താണ് അധിയജ്ഞം എന്ന് ചോദിക്കുന്നു. പിന്നീട് പ്രയാണ സമയത്ത്, അവസാന സമയത്ത് എങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നു. അപ്പൊ 6 വാക്കുകൾ ആകെ ചോദിച്ചിട്ടുണ്ട്. ആ 6 വാക്കുകൾക്കും ഭഗവാൻ വിശദീകരണം, അതിന്റെ നിർവചനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ. അതിൽ 3ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ മറുപടി പറയുന്നതാണ്. 3ാമത്തെ ശ്ലോകം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ ഭഗവാൻ വാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോ അധ്യാത്മം ഉച്യതേ ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മ സംജിത. ബ്രഹ്മം എന്ന് ഭഗവാൻ 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അക്ഷരം ബ്രഹ്മ പരമം, അക്ഷരം എന്ന് പറയുന്നത് വിവർത്തനത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്, ബ്രഹ്മം എന്ന് പറയുന്നത് അക്ഷരം ആണ്. അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെ തന്നെയാണ് ബ്രഹ്മം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്ഷരം ബ്രഹ്മ പരമം. ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു കേട്ടു. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലെ. നമ്മൾ വേദങ്ങളിൽ കേട്ടിട്ടുണ്ട് അഹം ബ്രഹ്മാസ്മി. ഈ ജീവാത്മാവിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. സ്വഭാവോ അധ്യാത്മം ഉച്ചതേ, അതിന്റെ സ്വഭാവത്തിനെയാണ് അധ്യാത്മം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജീവാത്മാവിന്റെ യഥാർത്ഥ സ്വഭാവത്തിനെയാണ് ഭഗവാൻ അധ്യാത്മം എന്ന് വിളിക്കുന്നത്. അപ്പൊ അധ്യാത്മം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു അല്ലെ. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവ്, അധ്യാത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ജീവാത്മാവിന്റെ സ്വഭാവം, അതാണ് അധ്യാത്മം. പിന്നീട് ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മ സംഹിത. കർമ്മം എന്താണെന്നും പറഞ്ഞു. എന്താണ് കർമ്മം? ഈ ശരീരം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കർമ്മം, അതിനെയാണ് കർമ്മം എന്ന് ഭഗവാൻ ഉദ്ദേശിച്ചത്. ശരീരം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കർമ്മം എന്താണോ അതാണ് കർമ്മം എന്നുള്ള വാക്കുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ 3 വാക്കുകൾക്ക് ഉത്തരം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവാണെന്നും, അധ്യാത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവിന്റെ സ്വഭാവമാണെന്നും, ശരീരം നിലനിർത്താൻ ചെയ്യുന്ന കർമ്മത്തിനെയാണ് ഭഗവാൻ കർമ്മം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചതെന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. 3 വാക്കുകൾ കഴിഞ്ഞു.
ഇനി 4-ാമത്തെ ശ്ലോകത്തിൽ അധിഭൂതം എന്താണെന്ന് പറയുന്നുണ്ട്. അധിഭൂതം ക്ഷരോഭാവ. അധിഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ഷരോഭാവ, നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാവം, ഈ ഭൗതിക പ്രകൃതി, നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൗതിക പ്രകൃതിയാണ് ഭഗവാൻ അതിഭൂതം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിഭൂതം അല്ല, ഈ ഭൗതിക പ്രകൃതിയുടെ പ്രത്യേകത അതാണ്. എന്താണ്? എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതല്ല ഭൗതിക പ്രകൃതി, നശിച്ചു പോകും, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ലെ, എല്ലാ ദിവസവും മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാണ്. അതിനെയാണ് ഭഗവാൻ എന്തെന്ന് പറഞ്ഞത്? അതിഭൂതം എന്ന് പറഞ്ഞിട്ടുള്ളത്. പുരുഷശ്ചാതി ദൈവതം. അതിദൈവം എന്ന് ഭഗവാൻ ഉദ്ദേശിച്ചത് എന്താണ്? പുരുഷൻ, അതായത് വിരാട് പുരുഷൻ. വിരാട് പുരുഷനെയാണ് ഭഗവാൻ അതിദൈവം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിദൈവം വിരാട് പുരുഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹവൃതാൻ വരാം. യജ്ഞം അത് നേരിട്ട് ഭഗവാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയാം. അതിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാം വരാം. അതിയജ്ഞം ആരാണ്? അപ്പം അതിയജ്ഞം ഭഗവാൻ തന്നെയാണ്. എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മരൂപത്തിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അതിയജ്ഞൻ എന്ന് ഭഗവാൻ പറയും. അർജുനൻ ചോദിച്ച 6 വാക്കുകൾക്കും ഭഗവാൻ അതിന്റെ നിർവചനം പറഞ്ഞു കൊടുത്തു. എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവാണെന്നും, അധ്യാത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവാത്മാവിന്റെ സ്വഭാവമാണെന്നും, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണെന്നും, അതിഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതിയാണെന്നും, അതിയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണെന്നും, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മരൂപത്തിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണെന്നും, അതിദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വരൂപം, ഭഗവാൻ പ്രകടിപ്പിക്കുന്ന വിശ്വരൂപമാണെന്നും ഭഗവാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ 6 വാക്കുകൾക്കും ഭഗവാൻ അതിന്റെ നിർവചനം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അർജുനൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? പ്രയാണകാലേച്ച കഥം ജ്ഞേയോസി നിയതാത്മവി. അവസാന സമയത്ത് ഒരു വ്യക്തി എങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കുന്നത്? കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധിഭൂതാദി ദൈവമാം സാധിയജ്ഞം ചെയ്യേവിതു പ്രയാണകാലേപിച്ച മാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാനെ എല്ലാ യജ്ഞങ്ങളുടെയും നിയന്താവായിട്ടും, എല്ലാ ദേവന്മാരുടെയും നിയന്താവായിട്ടും, എല്ലാ ജീവജാലങ്ങളുടെയും നിയന്താവായിട്ടും. നിയന്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്ന വ്യക്തിക്കാണ് നിയന്താവ് എന്ന് പറയുന്നത്. അതായത് എല്ലാവരുടെയും ഈശ്വരൻ, ദേവന്മാരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ യജ്ഞങ്ങളുടെയും ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രയാണ സമയത്ത്, മരണസമയത്ത് ആ വ്യക്തിക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് അർജുനൻ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തരമാണ് ഭഗവാൻ ഇനി പറയുന്നത്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ പ്രധാനമായിട്ടും അതാണ് പറയുന്നത്. അത് വിശദമായിട്ട് തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനിയുള്ള ശ്ലോകങ്ങളിൽ. 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അന്തകാലേജ മാമേവ സ്മരൻ മുക്ത കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയം. ഒരു വ്യക്തിക്ക് അവസാന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഗതി എന്താണ് എന്നാണ് പറയുന്നത്. ആ വ്യക്തി യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയം. ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അവസാന സമയത്ത് ആരൊക്കെയാണോ ഭഗവാനെ സ്മരിക്കുന്നത് അവർക്കൊക്കെ നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോകാം എന്ന് പറയും. അതിനുശേഷം ഭഗവാൻ എന്താ പറഞ്ഞത്? 6-ാമത്തെ ശ്ലോകത്തില് എല്ലാവർക്കും അങ്ങനെ പോകാൻ സാധിക്കില്ല. എല്ലാവരും ഭഗവാനെ അല്ല സ്മരിക്കുന്നത്, അല്ല, എല്ലാവരും മരണസമയത്ത് ഭഗവാനെ അല്ല സ്മരിക്കുന്നത്. അങ്ങനെ സ്മരിച്ചുകൊള്ളണം നിർബന്ധമില്ല. അപ്പൊ എന്തിനാണോ നമ്മൾ സ്മരിക്കുന്നത് അതിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ മരിച്ച എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നില്ല. ആരൊക്കെയാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത്? അത് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെ 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, യം യം വാവിസ്മരൻ ഭാവം ത്യജത്യന്തേ കളൈവരം
തം തമേവേദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത യം യം വാപി സ്മരൻ ഭാവ. ഒരു വ്യക്തി അവസാന സമയത്ത് എന്തിനെയാണോ സ്മരിക്കുന്നത് തം തമേവേദി കൗന്ദേയ അതിനെ തന്നെ പ്രാപിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അവസാന സമയത്ത് നമ്മൾ എന്തിനെയാണോ സ്മരിക്കുന്നത് അതിനെ തന്നെയാണ് പ്രാപിക്കുന്നത് എന്ന് ഭഗവാൻ അടുത്ത ഒരു ജന്മത്തിനെ കുറിച്ചുള്ള സൂചന പറഞ്ഞു കൊടുക്കുകയാണ്. അവസാന സമയത്ത് ഒരു വ്യക്തി എന്തിനാണോ സ്മരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരമായിരിക്കും ആ വ്യക്തി സ്വീകരിക്കുന്നത്. അല്ലെ, ഭാഗവതത്തിൽ ഇതിന്റെ വിശദീകരണം പറഞ്ഞു തരുന്നുണ്ട്. പുരഞ്ജനോപാഖ്യാനം കഥ പറയുന്നുണ്ട്. പുരഞ്ജനന്റെ കഥ, പുരഞ്ജന രാജാവിന്റെ കഥ പറയുന്ന സമയത്ത് പുരഞ്ജനൻ മരിക്കുന്ന സമയത്ത് തന്റെ ഭാര്യയെ സ്മരിച്ചുകൊണ്ടാണ് മരിച്ചത്. ഭാര്യ എന്നെ വളരെയധികം സഹായിക്കുന്ന വ്യക്തിയായിരുന്നു. ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ആരാണ് കൂടെയുള്ളത്, ആരാണ് അവളെ രക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച്, ഭാര്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മരിച്ചു. അപ്പം ഒരു സ്ത്രീയെ ചിന്തിച്ചുകൊണ്ടാണ് പുരഞ്ജനൻ മരിച്ചത്. അപ്പൊ എന്താണ് സംഭവിച്ചത്? പുരഞ്ജന് അടുത്ത ജന്മം ഒരു സ്ത്രീ ശരീരമാണ് കിട്ടിയത്, സ്ത്രീയായിട്ട് ജനിക്കേണ്ടി വന്നത്. ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നത് കറക്റ്റാണ് എന്ന് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ പറയുന്നു, യം യം വാപി സ്മരൻ ഭാവം ത്യജിത്യന്തേ കളയവരം. അവസാന സമയത്ത് എന്തിനാണോ സ്മരിക്കുന്നത് അതേ രൂപത്തിൽ നമ്മൾക്ക് ശരീരം കിട്ടും. മറ്റൊരു ഉദാഹരണം ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭരതമഹാരാജാവിന്റെ കാര്യം അല്ലെ. ഭരതമഹാരാജാവ് മരണസമയത്ത് ഒരു മാനിനെ കുറിച്ചാണ് സ്മരിച്ചത്. അവസാന സമയത്ത് അദ്ദേഹത്തിന് ഒരു മാൻകുട്ടിയോട് വളരെയധികം അടുപ്പമുണ്ടായി. അതിന് ഭക്ഷണം കൊടുക്കാനും അതിനെ കളിപ്പിക്കാനൊക്കെ അദ്ദേഹം സമയം ചെലവഴിച്ചിട്ടുണ്ടായി. അദ്ദേഹം മരിക്കുന്ന സമയത്തും അദ്ദേഹം ആ മാൻകുട്ടിയെ കുറിച്ച് ചിന്തിച്ചു. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ മാൻകുട്ടി ആരാണ് നോക്കാം, ഏതെങ്കിലും ജീവികൾ അതിനെ പിടിച്ചുകൊണ്ടുപോകോ എന്നൊക്കെ ചിന്തിച്ചു. അപ്പൊ അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിനും ഒരു മാനിന്റെ ശരീരം സ്വീകരിക്കേണ്ടി വന്നു. അപ്പൊ ഇവിടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നതിനനുസരിച്ചിട്ടാണ് അടുത്ത ശരീരം നമ്മൾക്ക് കിട്ടുന്നത്. യം യം വാപി സ്മരം ഭാവം ത്യജത്യന്തേ കളയവരം. നമ്മൾ അവസാന സമയത്ത് എന്താണോ സ്മരിക്കുന്നത് അതുപോലെ തന്നെയുള്ള ശരീരമാണ് നമ്മൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് നിർദ്ദേശിക്കുകയാണ്, നമ്മൾ ഏതെങ്കിലും ഭൗതിക വസ്തുക്കളെ കുറിച്ച് ചിന്തിക്കരുത്. ഭൗതിക വസ്തുക്കളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭൗതിക രൂപങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രൂപങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നമ്മൾക്കൊരു നിർദ്ദേശം നൽകുകയാണ്. എന്താണ് നിർദ്ദേശം? തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യജ മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വേശസി അസംശയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സമയത്തും ഭഗവാനെ സ്മരിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാ സമയത്തും, തസ്മാത് സർവേഷു കാലേഷു, എല്ലാ സമയത്തും നമ്മൾ ഭഗവാനെ സ്മരിക്കണമെന്നാണ് പറയുന്നത്. അതെന്താണ് ഭഗവാൻ എല്ലാ സമയത്തും എന്ന് പറഞ്ഞത്? കാരണം ഏത് സമയത്താണ് ശരീരത്തിൽ നിന്ന് ജീവൻ പോകുക എന്ന് നമ്മൾക്ക് അറിയാത്തത് കൊണ്ട്. അല്ലെ, ആർക്കും പറയാൻ കഴിയില്ല ഇന്ന ഡേറ്റിന് ഇന്ന സമയത്താണ് ഞാൻ ശരീരത്തിൽ നിന്ന് പോകാൻ പോകുന്നത് എന്ന് ഒരു മനുഷ്യനും അറിയുകയില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, എല്ലാ സമയത്തും നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യണം. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യജ. യുദ്ധ്യജ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാനെ സ്മരിക്കുകയാണെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഒന്നും ചെയ്യാതിരിക്കരുത്. നമ്മൾക്ക് ഭഗവാനെ സ്മരിക്കുകയും ചെയ്യാം, നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ കടമകളൊക്കെ ചെയ്യുകയും ചെയ്യും. രണ്ടും ചെയ്യാനാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വേശസി അസംശയം. നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് തന്നെ മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവസാന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട് 8ാമത്തെ ശ്ലോകത്തില്, അഭ്യാസയോഗ്യത്തേന, നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയും. ഭഗവാനെ സ്മരിക്കുന്നത് അത്ര എളുപ്പമല്ല അവസാന സമയത്ത്. അല്ല, അവസാന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ സ്മരിക്കാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല.
നമ്മുടെ ബോധമൊന്നും നമ്മുടെ കയ്യിലായിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അഭ്യാസയോഗയുക്തൻ, അതിന് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പറയുന്നത്. നിരന്തരം നമ്മൾ ഭഗവാനെ സ്മരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഭഗവാനെ സ്മരിക്കാനുള്ള മെത്തേഡ് നമ്മൾക്ക് അറിയാം. കലിയുഗത്തില് എന്താണ്? നാമജപമാണ് അല്ലെ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ നിരന്തരം നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഭഗവാനെ എപ്പോഴും സ്മരിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് അവസാനവും സ്മരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയമാണ്. ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾക്ക് നേരിട്ട് പോകാൻ സാധിക്കും. അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു അതിനുവേണ്ടി അഭ്യസിക്കണം, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം. പെട്ടെന്ന് ഞാൻ അവസാനം സ്മരിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം മനസ്സ് വേറെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കും, വീണ്ടും നമ്മൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അഭ്യാസയോഗയുക്തേന, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഭഗവാനെ സ്മരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ചേതസാ നാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാൻ അനുചിതേ. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ തന്നെയാണ് നമ്മൾ സ്മരിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് പറയും. അതിനുശേഷം ഭഗവാൻ പറയുന്നത് വ്യത്യസ്ത യോഗചര്യ ചെയ്യുന്ന ആളുകൾ വ്യത്യസ്ത രീതിയിലാണ് ഭഗവാനെ സ്മരിക്കാൻ ശ്രമിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള യോഗ പദ്ധതികൾ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ വ്യത്യസ്ത രീതിയിൽ ഭഗവാനെ സ്മരിക്കാൻ ശ്രമിക്കും. ആ വ്യത്യസ്ത രീതികളാണ് ഭഗവാൻ 10 മുതൽ ഉള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. 10 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളിൽ 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രയാണകാലേ മനസാചലേന ഭക്ത്യായുക്തോ യോഗബലേന ചൈവ ഭ്രുവോർ മധ്യേ പ്രാണമാവേശ സമ്യക് സദം പരം പുരുഷം ഉപൈത്യം. പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് ഒന്നുകിൽ ഭക്തിയോഗം കൊണ്ട് ഭഗവാനെ അവസാനം സ്മരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ യോഗശക്തി കൊണ്ട് ഭക്ത്യായുക്തോ യോഗബലേന ചെയ്വ. ആ യോഗികൾ എന്ത് ചെയ്യും? ഭ്രുവോർ മധ്യേ പ്രാണമാവേശ സമ്യക്, അവർ പ്രാണശക്തിയെ ശരീരത്തിന്റെ താഴെ ഭാഗത്തു നിന്ന് എടുത്ത് ഉയർത്തിക്കൊണ്ടുവന്ന് അവസാന സമയം ആവുമ്പോഴത്തേക്കും അവര് ഭ്രൂമധ്യത്തില് നെറ്റിയുടെ നടുക്ക്, പുരികങ്ങളുടെ നടുക്കിലേക്ക് ആ പ്രാണനെ എത്തിക്കും. അങ്ങനെയാണ് അവരെ ശരീരം വെടിയുന്നത് എന്നാണ് പറയുന്നത്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളുണ്ട്. ചില ആളുകൾ ഓംകാരം ഉരുവിട്ടുകൊണ്ട് ഭഗവാനെ സ്മരിക്കുമെന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ പ്രാണായാമം ചെയ്ത് പ്രാണനെ ഉയർത്തിക്കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ ഷഡ്ചക്ര യോഗം ചെയ്തിട്ട് പ്രാണനെ ഉയർത്തിക്കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ചില ആളുകൾ ഓംകാരം ഉരുവിട്ടുകൊണ്ടാണ് ഭഗവാനെ സ്മരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള യോഗചര്യകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാൻ ഏറ്റവും പ്രായോഗികമായിട്ട്, ഭഗവാൻ ഏറ്റവും എളുപ്പമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിനെ കുറിച്ച് പറയുന്നത് 14ാമത്തെ ശ്ലോകത്തിലാണ്. മറ്റ് യോഗങ്ങൾ കലിയുഗത്തിൽ പ്രാക്ടിക്കൽ അല്ല എന്ന് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദരും പറയുന്നുണ്ട്. മറ്റ് യോഗങ്ങൾ പ്രാക്ടിക്കൽ അല്ല എന്ന് 6ാമത്തെ അധ്യായം നമ്മൾ വായിച്ച സമയത്ത് നമ്മൾക്ക് മനസ്സിലായി. കലിയുഗത്തിലേക്ക് നിർദ്ദേശിച്ചിട്ടുള്ള മാർഗം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതാണ്. അല്ലെ, ധ്യാനമൊന്നും കലിയുഗത്തിൽ അത്ര പോസിബിൾ അല്ല, തീരെ പോസിബിൾ അല്ല. അതുകൊണ്ട് നാമജപമാണ് കലിയുഗത്തിലേക്കുള്ള മെത്തേഡ്. 14ാമത്തെ ശ്ലോകത്തിൽ ആ നാമജപത്തിനെ കുറിച്ചും ഭക്തിയോഗത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് 14ാമത്തെ ശ്ലോകത്തില്? അനന്യചേതാ സതതം യോമാൻ സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന. അനന്യചേതാ സതതം, മറ്റ് ചിന്തയില്ലാതെ എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്ന, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്ന വ്യക്തിക്ക് ഭഗവാൻ വളരെ എളുപ്പത്തിൽ ലഭ്യമാണ് എന്നാണ് പറയുന്നത്. തസ്യാഹം സുലഭ പാർത്ഥ. അങ്ങനെയുള്ള ഒരു ഭക്തന്, ഭഗവാന്റെ നാമം നിരന്തരം ജപിക്കുന്ന ഒരു ഭക്തന് ഭഗവാനെ വളരെ എളുപ്പത്തിൽ പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഉറപ്പായിട്ടും നമ്മൾക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും അവസാന സമയത്ത്. അതിന് ഭഗവാൻ എടുത്തു പറയുന്ന യോഗ പദ്ധതി ഏതാണ്? ഭക്തിയോഗം തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ നിരന്തരമായിട്ടുള്ള നാമജപമാണ്. അതിലൂടെ ഭഗവാനെ എളുപ്പത്തിൽ ലഭിക്കുമെന്നാണ് പറയുന്നത്. മറ്റത് നമ്മൾ പ്രാണശക്തിയെ നട്ടലിന്റെ താഴത്തു നിന്നും ഭ്രൂമധ്യത്തിലൊക്കെ എത്തിക്കണം. മരണസമയത്ത് നമ്മൾക്ക് അതിനുള്ള ശക്തി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. മാത്രമല്ല, നമ്മൾ ചെറുപ്പം മുതൽ ഇങ്ങനെയുള്ള പ്രാണായാമമൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ടുമില്ല. അത് പഠിപ്പിക്കുന്ന, ശരിയായിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കുന്ന
എഡ്യൂക്കേഷൻ സെന്റർ ഒന്നും കലിയുഗത്തിലില്ല. അപ്പൊ നമ്മൾക്ക് എളുപ്പത്തിൽ ഭഗവാനെ സ്മരിക്കാനുള്ള മാർഗം എന്താണ്? ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. അതാണ് എല്ലാ ശാസ്ത്രത്തിലും പറയുന്നത്. ഭാവാർത്ഥത്തിൽ ശീലപ്രവാചകൻ നമ്മൾക്ക് ഈ കാര്യം പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രോച്ചാരണം വളരെ ശ്രേഷ്ഠമാണ്. അതിലൂടെ നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധമുണ്ടാകും എന്ന് പറയും. ഭഗവാനുമായിട്ട് ബന്ധമുണ്ടാകും. ആ ഭഗവാനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവസാന സമയത്ത് നമ്മൾക്ക് ഭഗവാന്റെ സഹായം, നേരിട്ടുള്ള സഹായം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഉറപ്പായിട്ടും ഭഗവാനിലേക്ക് തിരിച്ചു പോകാനും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് തിരിച്ചു പോകണം എന്ന് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതിന് സാധിക്കുകയില്ല. നമ്മളിപ്പോൾ ജീവിക്കുന്ന ആ ഭൗതിക പ്രകൃതിയുടെ പ്രത്യേകത ഒക്കെ അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ്? 16ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന. ഈ 14 ലോകങ്ങൾ, ചില ആളുകൾ പറയും സ്വർഗത്തിലേക്ക് പോകാം എന്നൊക്കെ പറയും. പക്ഷെ സ്വർഗലോകം മാത്രമല്ല, ഏറ്റവും ഉപരിയായിട്ടുള്ള ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളിൽ പോയാലും പുനർജന്മമുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന. പുനരാവർത്തി, ബ്രഹ്മലോകത്ത് പോയാലും പുനരാവർത്തിയുണ്ട്. കാരണം എന്താണ്? ബ്രഹ്മാവ് പോലും മരിക്കും. ബ്രഹ്മാവിന് ആയുസ്സുണ്ട്. ആ ബ്രഹ്മാവിന്റെ ആയുസ്സിനെ കുറിച്ചാണ് 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സഹസ്രയുഗ പര്യന്തം അഹരിത് ബ്രഹ്മണോ വിദു രാത്രിം യുഗസഹസ്രാന്താം തേ അഹോരാത്ര വിദോചന. ബ്രഹ്മാവിന്റെ ആയുസ്സാണ് പറയുന്നത്. ബ്രഹ്മാവിന് വളരെ നീണ്ട ആയുസ്സാണ്. നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ആയുസ്സാണ്. പക്ഷെ ബ്രഹ്മാവും ആ ആയുസ് തീരുന്ന സമയത്ത് മരിച്ചു പോകും. അപ്പൊ പിന്നെ നമ്മൾ ബ്രഹ്മലോകത്തിൽ പോയാലും രക്ഷയില്ല. അവിടെ നമ്മളെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നും പുറത്താക്കും. അതാണ് അവസ്ഥ. അപ്പം ബ്രഹ്മാവിന്റെ ആയുസ്സിനെ കുറിച്ച് പറയുന്നത് സഹസ്രയുഗ പര്യന്തം എന്നാണ്. ബ്രഹ്മാവിന്റെ പകലിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ പകലിൽ എത്ര സമയമാണെന്നാണ് പറയുന്നത്? സഹസ്രയുഗ പര്യന്തം. 1000 ചതുർയുഗങ്ങൾ ചേർന്നാൽ എത്രയാണോ അത്രയുമാണ് ബ്രഹ്മാവിന്റെ ഒരു പകൽ സമയം എന്നാണ് പറയുന്നത്. അത്ര തന്നെ രാത്രി സമയം ഉണ്ട് എന്നാണ് പറയുന്നത്. 1000 ചതുർയുഗങ്ങൾ രാത്രി സമയവും 1000 ചതുർയുഗങ്ങള് ബ്രഹ്മാവിന്റെ പകൽ സമയമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ കാരണം? ഈ മുഴുവൻ ഭൗതിക ലോകവും നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾക്ക് തുടർച്ചയായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. എവിടെ പോയാലും പുനർജന്മം ഉണ്ടാകും എന്നാണ് ഭഗവാൻ പറയാൻ കാരണം, അല്ലെ? 19ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്, ഭൂതഗ്രാമസ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രളീയതേ രാത്രിയാഗമേ അവശപ്പാർത്ത പ്രഭവത്തി അഹരാഗമേ. മുഴുവൻ ഭൗതിക ലോകം എന്താണ്? ഭൂത്വാ ഭൂത്വാ പ്രളീയതേ, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതും വീണ്ടും വീണ്ടും നശിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ഭൗതിക ലോകവും ഇല്ല. അത് ബ്രഹ്മലോകം ഉൾപ്പെടുന്ന ലോകം ആണെങ്കിൽ പോലും അതും സ്ഥിരമല്ല എന്നാണ് പറയുന്നത്. ഒരു ലോകവും ഭൗതിക ലോകത്തില് സ്ഥിരമല്ല എന്ന് പറയുന്നത്. ഇനി അതിനുപരിയായിട്ടുള്ള ഭഗവാന്റെ ലോകത്തിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ലോകവും ഈ ഭൗതിക ലോകവും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ ഭഗവാൻ പറയുന്നത്. എന്താണ് ഭഗവാൻ പറയുന്നത്? 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അവ്യക്തോ അക്ഷരമിത്യുക്ത തസ്മാഹു പരമാം ഗതി യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അവ്യക്തോ അക്ഷര ഇത്യുക്ത തസ്മാഹു ഇത്യുക്ത തമാഹു പരമാം ഗതി. ആ പരമമായിട്ടുള്ള ഗതി, ഒരു ജീവാത്മാവിന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? യം പ്രാപ്യ നിവർത്തന്തേ തദ്ധാമ പരമം മമ. അത് ഭഗവാന്റെ തന്നെ ധാമമാണെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കും. ഭഗവാന്റെ ധാമമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ലോകം. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പുനർജന്മമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല.
അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളോട് തിരിച്ചു പോകാൻ ആരും പറയുകയില്ല. അതാണ് ലോകത്തിന്റെ പ്രത്യേകത. ബാക്കി ഏത് ലോകമായാലും, സ്വർഗലോകമായാലും സിദ്ധലോകമായാലും മഹർലോകമായാലും ജനലോകമായാലും സത്യലോകത്തിലെ ഏറ്റവും ഉയർന്ന ലോകമായിട്ടുള്ള ബ്രഹ്മലോകമായാലും പുനരാവൃത്തിയുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. ബ്രഹ്മാവ് അടക്കം മരിച്ച് പോകുന്ന ആളുകളാണ്, അതുകൊണ്ട് പുനരാവൃത്തിയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലണം എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് വരൂ എന്നാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറയുന്നത്. അല്ലെ, ഭഗവത്ഗീത എല്ലാവർക്കുമുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്, എല്ലാവർക്കും ഉള്ള ഒരു ക്ഷണപത്രമാണ്. അപ്പൊ അത് ബുദ്ധിമാന്മാർ മനസ്സിലാക്കി ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയുള്ളവർക്കാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത്? എങ്ങനെയുള്ളവർക്കാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നത് എന്ന് 22-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് 22-ാമത്തെ ശ്ലോകത്തിൽ. എന്താണ് ഭഗവാൻ പറയുന്നത്? പുരുഷാസ പരംഭാർത്ത ഭക്ത്യാ ലഭ്യസ്ത്വനന്യ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിതം തതം. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഒരുപാട് മാർഗമില്ല. അല്ലെ, നമ്മള് പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അമ്പലപ്പറമ്പിലൊക്കെ പ്രഭാഷണങ്ങൾ നടക്കും, ആധ്യാത്മിക പ്രഭാഷണം. അതിലവര് പറയും നമ്മുടേത് സനാതന ധർമ്മമാണ്, നമ്മൾക്ക് എന്തിനു വേണമെങ്കിലും ആരാധിക്കാം, നമ്മൾക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്, അപ്പൊ നിങ്ങൾ എന്തിനെ ആരാധിച്ചു കഴിഞ്ഞാലും അവസാനം ഭഗവാന്റെ അടുത്തേക്ക് പോകും എന്ന് പറയും. പക്ഷെ ഭഗവാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. അമ്പലപ്പറമ്പിൽ പറയുന്ന അങ്ങനെ പ്രഭാഷണം പോലെ ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല. ഭഗവാൻ എന്താണ് പറയുന്നത്? പുരുഷസ പരംപാർത്ഥ ഭക്ത്യാലഭ്യസ്തുനന്യ. ഭക്തി കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭക്ത്യാലഭ്യസ്തുനന്യ, വേറെ യാതൊരു മാർഗവും ഇല്ല എന്ന് ഭഗവാൻ പറയും. പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് എത്തണമെങ്കിൽ ഭക്തി മാത്രമാണ് മാർഗമായിട്ടുള്ളത്. ഭക്തിയിലൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കുള്ളൂ. ഭക്തി ഇല്ലാത്തവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല. ഭഗവാന്റെ ഭക്തന്മാരല്ലാത്തവർക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അല്ല, അത് സ്വാഭാവികമാണ്. കാരണം എന്താണ്? അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഭഗവാന് സേവനം ചെയ്യണം, ഭഗവാനുമായിട്ട് ആനന്ദപൂർവ്വം ജീവിക്കാം. അതിനെന്ത് വേണം? ഭഗവാനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, ഭഗവാന് സേവനം ചെയ്യാൻ തയ്യാറായിരിക്കണം, ഭഗവാനോട് ഭക്തി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കേ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അവരുടെ ഗതി എന്ന് പറയുന്നുണ്ട് 9-ാമത്തെ ശ്ലോകത്തിൽ. അടുത്ത അധ്യായത്തിൽ പറയും, 9-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അശ്രദ്ധാന പുരുഷ ധർമ്മസ്യാസ്യ പരം തപ അപ്രാപ്യമാം നിവർത്തന്റെ മൃത്യു സംസാര വർത്തനി. ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്താണ് ഗതി? അപ്രാപ്യമാം, അവർക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയില്ല. പിന്നെ അവരുടെ ഗതി എന്താണ്? മൃത്യു സംസാര വർത്തനി, ഇവിടെ തന്നെ ജനിച്ചു മരിച്ചു അങ്ങനെ ജീവിക്കാം. അതാണ് അവരുടെ ഗതി. പല പല ജീവികളായിട്ട് ജനിക്കാം, മരിക്കാം. ഭഗവാന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഭഗവാനെ സേവനം ചെയ്യണം, ഭഗവാന്റെ ഭക്തി ചെയ്യണം. അതാണ് വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഇത്രയും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിനുള്ള വഴിയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. ഇനി ഭക്തിയിലേക്കൊന്നും വരാത്തവരെ കുറിച്ചാണ് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിലേക്ക് പറയുന്നത്. സാധാരണ വ്യക്തികൾ, സാധാരണ കർമ്മങ്ങളൊക്കെ ചെയ്ത്, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഭക്തിയുടെ സഹായമില്ലാത്തത് കൊണ്ട് നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല. അവർ ക്രമേണ ഉയർന്നാണ് പോകുന്നത്. അല്ലെ, അവര് ആദ്യം ഉയർന്ന ലോകങ്ങളിലേക്ക് പോകും, അവിടുന്ന് ഭക്തി ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഉയർന്നുള്ള ലോകങ്ങളിലേക്ക് പോകാം. അങ്ങനെ അവർക്ക് വേണമെങ്കിൽ ഭക്തി ഉയർന്ന ലോകങ്ങളിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു വരേണ്ടാത്ത അവസ്ഥയുണ്ടാകും. അപ്പൊ അങ്ങനെ ആരൊക്കെയാണ് തിരിച്ചു വരുന്നത്, ആരൊക്കെയാണ് തിരിച്ചു വരാത്തത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, എത്ര കാലേ ആവൃത്തിം ചെയ്വ യോഗ്യന പ്രയാതായാന്തിതം കാലം വക്ഷ്യാമി ഭരതർഷഭ.
എത്ര കാലേ തുനാവൃത്തി, ഏത് സമയത്ത് ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരണം, ഏത് സമയത്ത് ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരണ്ട എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം എന്നാണ് 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 24-ാമത്തെ ശ്ലോകത്തിൽ തിരിച്ചു വരേണ്ടാത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെ സമയത്ത് ശരീരം വെടിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്ന് 24-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. 24-ാമത്തെ ശ്ലോകം എന്താണ്? അഗ്നിർജ്യോതിർ അഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദോ ജന. ഉയർന്നുയർന്നു പോകാനുള്ള മാർഗം, ശരീരം വെടിയുന്നതിന് നല്ല സമയം, വീണ്ടും തിരിച്ചു വരേണ്ടാതെ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാനുള്ള അവസരം നൽകുന്നത് ഈ സമയങ്ങളിൽ ശരീരം വെടിഞ്ഞാലാണ് എന്ന് പറയും. ഏതൊക്കെ സമയം സാഹചര്യമാണ് ഭഗവാൻ പറയുന്നത്? അഗ്നിർ ജ്യോതി അഹ ശുക്ല ഷൺമാസ ഉത്തരായണം. അഗ്നിയുടെ സാന്നിധ്യം, അഗ്നിയുടെ സാന്നിധ്യത്തിലാണ്, ഒരു ദീപത്തിന്റെ സാന്നിധ്യത്തിലാണ് ശരീരം വെടിയുന്നതെങ്കിൽ അല്ലെ. മരിച്ചു വിട്ട ആളുകൾ വിളക്ക് കത്തിച്ച് വെക്കാറുണ്ട് പണ്ടൊക്കെ. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് വിളക്ക് കത്തിക്കാനൊക്കെ പേടിയാണ്, എന്ത് ചെയ്യാനും പേടിയാണ്, ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പേടിയാണ്. ഓ, മരിച്ചാ വിളക്ക് കത്തിക്കരുത്, നാമം ജപിക്കരുത്, ഭഗവത്ഗീത വായിക്കരുത്, ഭാഗവതം വായിക്കരുത്, രാമായണം വായിക്കരുത് എന്നാണ് ആളുകൾ പറയുന്നത്. പണ്ടത്തെ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വിളക്ക് കത്തിച്ച് വയ്ക്കും, നാമം ജപിക്കും, രാമായണം വായിക്കും, ഭാഗവതം വായിക്കും, ഭഗവത്ഗീതയും വായിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് പുതിയ നിയമങ്ങളാണ് അല്ലെ. അവർ പറയും ഇതൊന്നും ചെയ്യരുത്, വിളക്ക് കത്തിക്കരുത്, നാമം ജപിക്കരുത്, പുസ്തകം തുടരുത് എന്ന് പറയും. എന്നിട്ടോ ബാക്കിയെല്ലാം ചെയ്യാം, ബാക്കി ടി വി കാണാം, അതൊക്കെ ചെയ്യാം, അതിന് കുഴപ്പമില്ല. അപ്പൊ അത് അവർക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ്, മരിച്ച ആളുകൾക്ക് അല്ലെ. കാരണം മരിച്ചിട്ട് 16-ാമത്തെ ദിവസം അവര് യമധർമ്മരാജാവിന്റെ മുന്നിലെത്തും. അതൊരു സമയമുണ്ട്. അപ്പൊ അവിടെ ചോദ്യമുണ്ട്, എന്താണ്? നിങ്ങളുടെ കുടുംബക്കാരാരെങ്കിലും ബന്ധുക്കളാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടോ? ഭഗവത്ഗീത വായിക്കുന്നുണ്ടോ? ഭഗവാന്റെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? അപ്പൊ ആ ജീവാത്മാവ് താഴോട്ട് നോക്കും. തന്റെ ബന്ധുക്കളാരെങ്കിലും കുടുംബക്കാരാരെങ്കിലും നാമം ജപിക്കുന്നുണ്ടോ, ഭഗവത്ഗീത വായിക്കുന്നുണ്ടോ, ഭഗവാന്റെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? നോക്കുന്ന സമയത്ത് എല്ലാവരും ടി വിയുടെ മുന്നിലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറിച്ചുള്ള സംസാരത്തിലാണ്. ഈ ജീവാത്മാവിന് വലിയ ദുഃഖമുണ്ടാകും അല്ലെ. എന്റെ ബന്ധുക്കൾ ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ എനിക്ക് വേണ്ടി അവരാരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വലിയൊരു സങ്കടം അവർക്കുണ്ടാകും. അപ്പൊ എന്തായാലും ഭഗവാൻ ഇവിടെ പറയുന്നത് ഏത് സമയത്ത് ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നാണ് 24-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അഗ്നിർ ജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദോജന. അഗ്നിയുടെ സാന്നിധ്യം, ജ്യോതിസിന്റെ സാന്നിധ്യം, ഒരു ദീപത്തിന്റെ സാന്നിധ്യം. അഹ, അഹ എന്ന് പറഞ്ഞാൽ പകൽ സമയം, പകൽ സമയം. ശുക്ലപക്ഷം, ശുക്ലപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 2 പക്ഷമുണ്ട്, നമുക്കറിയാം. ചന്ദ്രന്റെ വൃദ്ധി സമയം, ചന്ദ്രന്റെ വൃദ്ധി സമയത്തിനാണ് ശുക്ലപക്ഷം എന്ന് പറയുന്നത്. ചന്ദ്രൻ വലുതായി വലുതായി വരുന്ന സമയം 15 ദിവസം. ഇനി ചന്ദ്രന്റെ ക്ഷയം, ചന്ദ്രന് ക്ഷയം ഉണ്ടാകുന്ന സമയം, ചെറുതായി ചെറുതായി വരുന്ന സമയം, അതിനാണ് കൃഷ്ണപക്ഷം എന്ന് പറയുന്നത്. ഈ ശുക്ലപക്ഷം നല്ലതാണ്. പിന്നീട് ഷൺമാസ ഉത്തരായണം, ഉത്തരായണ കാലമാണെങ്കിലും നല്ലതാണ് എന്നാണ് പറയുന്നത്. ഉത്തരായണ സമയം. തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദോജന. അങ്ങനെയുള്ളവർക്ക് ഉയർന്നു പോകാൻ സാധിക്കും. ഇനി വീണ്ടും തിരിച്ചു വരേണ്ട ആളുകളെ കുറിച്ചാണ് 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതെ. ധൂമത്തിന്റെ സാന്നിധ്യം, അഗ്നിയുടെ സാന്നിധ്യമല്ല, പുകയുടെ സാന്നിധ്യമാണ് ഉള്ളതെങ്കിൽ, രാത്രി സമയമാണെങ്കിൽ, കൃഷ്ണപക്ഷമാണെങ്കിൽ, ദക്ഷിണായനമാണെങ്കിൽ ഇതൊന്നും നല്ലതല്ല എന്നാണ് പറയുന്നത്. ശരീരം വെടിയുന്നതിന്, മരിച്ചു പോകുന്നതിന് ഇതൊന്നും നല്ല സമയമല്ല എന്നാണ് പറയുന്നത്. ധൂമോ രാത്രി തഥാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്തി നിവർത്തത. അവർക്ക് മാക്സിമം എവിടെ വരെ പോകാനേ സാധിക്കുള്ളൂ? ചന്ദ്രലോകത്തിൽ പോകാം.
തത്ര ചാന്ദ്രമസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തത. അവിടെ കുറച്ചു കാലം ജീവിച്ചിട്ട് അവർക്ക് വീണ്ടും ഇതേപോലെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഭൗതിക ലോകത്തിലേക്ക്, ഈ ഭൂമി ലോകത്തിലേക്ക് വരേണ്ടി വരും. ഇതാണ് രണ്ട് വഴികൾ. ഒന്ന് പ്രകാശത്തിന്റെ വഴിയാണ്, ഒന്ന് ഇരുട്ടിന്റെ വഴിയാണ്. ഇരുട്ടിന്റെ വഴിയിൽ പോയവരൊക്കെ തിരിച്ചു വരണം. പ്രകാശത്തിന്റെ മാർഗത്തിൽ പോയവർക്ക് ഉയർന്നുയർന്ന് പോകാൻ സാധിക്കും. പിന്നെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് പറയുന്നുണ്ട്. അതാണ് ഭക്തന്മാർക്ക് ഏറ്റവും വലിയ ആശ്വാസമുള്ള ഒരു ശ്ലോകം. എന്താണ് ഭഗവാൻ പറയുന്നത്? ശുക്ലകൃഷ്ണേ ഗതിഹേതേ ജഗത ശാശ്വതേ മതേ ഏകയാ യാത്യനാവൃത്തിയും അന്യയാവർത്തതേ പുനഃ. 27ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, നൈതേ ശ്രുതി പാർത്ഥ ജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജന. 27ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഈ രണ്ട് വഴിയെക്കുറിച്ച് അറിഞ്ഞാലും ഒരു യോഗി അല്ലെങ്കിൽ ഒരു ഭക്തൻ, ഭഗവാന്റെ ഭക്തൻ, ഭഗവാനെ സേവനം ചെയ്യുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ യോഗി എന്ന് ഭഗവാൻ 6ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും വലിയ യോഗിയായിട്ടുള്ള ഭക്തൻ ഈ രണ്ട് മാർഗത്തിനെ കുറിച്ച് കേട്ടു കഴിഞ്ഞാലും യാതൊരു ഉത്കണ്ഠയും ആ ഭക്തനില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഭക്തൻ ഏത് സമയത്ത് ശരീരം വെടിഞ്ഞാലും ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം എന്താണ്? ഭക്തൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ സ്മരണയുള്ളത് കൊണ്ട് ഏത് കാലത്താണ് പോകുന്നത് എന്നുള്ളത് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏത് സമയത്താണെങ്കിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഈ രണ്ട് വഴികളെ കുറിച്ചും അറിഞ്ഞിട്ടും, ഇരുട്ടിന്റെ മാർഗത്തിനെ കുറിച്ചും പ്രകാശത്തിന്റെ മാർഗത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടും യോഗി മുഖ്യതി കശ്ചന, ഭഗവാനുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലിരിക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും ഉത്കണ്ഠപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ആ വ്യക്തിക്ക് ഏത് സമയത്തായാലും ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ സാധിക്കും. തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവ അർജുന. അതുകൊണ്ട് അർജുന, നീയും എന്ത് ചെയ്യണം? എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കാൻ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മളുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ആരോഗ്യം ഇതൊക്കെ ശരിയായി പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഭഗവാനെ സ്മരിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലെ? എപ്പോ പ്രാക്ടീസ് ചെയ്യണം? പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നുണ്ട്, 5 വയസ്സുള്ളപ്പോൾ മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കൗമാരേ ആചരതി പ്രജ്ഞം. പ്രായമായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അല്ലെ? ഭഗവത്ഗീത ഒന്നും വായിക്കാൻ കഴിയില്ല. നമ്മൾ ബുക്ക് കൊടുക്കുമ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ പറയും, എനിക്കിനി കണ്ണൊന്നും കാണുന്നില്ല, എനിക്ക് വായിക്കാൻ സാധിക്കുന്നില്ല, ഓർമ്മശക്തി ഇല്ല എന്നൊക്കെ പറയും. കണ്ണിന് വേദനയാണ്, വായിക്കുമ്പോൾ തലവേദനയാണ് എന്നൊക്കെ പറയും. അപ്പൊ ചെറുപ്പത്തിൽ എന്ത് പറഞ്ഞു? ചെറുപ്പത്തിൽ പറഞ്ഞ് പ്രായമായിട്ട് നോക്കാമെന്ന് പറഞ്ഞു. പ്രായമായപ്പോ പറയുന്നത് കണ്ണ് കാണുന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പറയുന്നത് കൗമാരേ ആചരതി പ്രജ്ഞ. കൗമാര സമയത്ത് തന്നെ നമ്മൾ ഭഗവാനെ സ്മരിച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ നമ്മൾക്ക് തിരിച്ചു വരേണ്ടാത്ത വഴിയിലൂടെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ തന്നെ നിർദ്ദേശിക്കുന്നു, തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. എല്ലാ സമയത്തും നമ്മൾ ഭഗവാനെ സ്മരിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കും. അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഹരേ കൃഷ്ണയിലെ ഭക്തന്മാരൊക്കെ ഒരു ജപമാല എടുത്തിട്ട് എപ്പോഴും ജപിച്ചുകൊണ്ട് നടക്കുന്നതാണ്. അപ്പം എല്ലാ സമയത്തും അവർക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും. യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത്, അടുക്കളയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, അപ്പോഴൊക്കെ ഭഗവാനെ സ്മരിക്കാം. നാമം ജപിച്ചാൽ മതി. നാമം ജപിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഭഗവാനെ സ്മരിക്കും. അതാണ് പ്രാക്ടീസ്. അപ്പൊ അങ്ങനെയുള്ള നാമജപം കൊണ്ട് അല്ലെങ്കിൽ ഭക്തിയോഗം കൊണ്ട് നമ്മൾ ഭക്തിയോഗത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് അവസാന സമയത്ത് നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം എന്നുള്ളതാണ് നേട്ടം. മറ്റൊരു നേട്ടത്തിനെ കുറിച്ചാണ് അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 28ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഭഗവാന്റെ നാമം, ഭഗവാന്റെ ഭക്തിയോഗത്തിലേക്ക്, നാമം ജപിക്കുന്നതിലേക്കും ഭഗവാന്റെ ഭക്തിയോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള നേട്ടം എന്താണെന്ന് 28ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ്? വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യബലം പ്രതിഷ്ഠം അത്യേതി തത്സർവവിധം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈ വിജാദ്യം.
നമ്മളെ എല്ലാ വേദകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ ഫലം നമ്മൾക്ക് വെറുതെ ഭക്തിയോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടും. ഭഗവാന്റെ നാമം ജപിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. വേദങ്ങളിൽ എന്തൊക്കെ യജ്ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെയ്യുന്നതിന്റെ പുണ്യം നമ്മൾക്ക് ഭഗവാനെ നേരിട്ട് സേവനം ചെയ്യുന്നതിലൂടെ കിട്ടും. ഓരോരോ വഴിപാടുകൾ, ഓരോരോ യജ്ഞങ്ങൾ വേറെ വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഭക്തിയോഗത്തിന്റെ മഹാത്മ്യം. നേരിട്ട് ഭഗവാന് സേവനം ചെയ്യുന്നത് കൊണ്ട് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഒക്കെ ഫലം നമ്മൾക്ക് ഭക്തിയോഗത്തിലൂടെ കിട്ടുമെന്നാണ് പറയുന്നത്. വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്യുക, ദാനേഷു യത് പുണ്യബലം പ്രതിഷ്ഠം. ദാനം ചെയ്യുന്നതിന്റെ, യജ്ഞം ചെയ്യുന്നതിന്റെ, തപസ് ചെയ്യുന്നതിന്റെ, വേദനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന്റെ, ഇതിന്റെ ഒക്കെ ഫലം നമ്മൾക്ക് ഭഗവാന്റെ സേവനം ചെയ്തു കഴിഞ്ഞാൽ, നാമം ജപിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ മറ്റു സേവനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതൊന്നും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെ, ഞാൻ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഓടി നടന്ന് എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്യുന്നതിന്റെ തുല്യമാണ്. അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ് ഭഗവാന്റെ ഭക്തിയോഗം. അത്തേതി തത് സർവമിതം വിദിത്വ യോഗി പരം സ്ഥാനം ഉപയോഗിച്ചാദ്യം. അവസാനം ആ യോഗിക്ക് എന്ത് സംഭവിക്കും? അപ്പൊ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാ യജ്ഞത്തിന്റെയും പുണ്യത്തിന്റെയും ഒക്കെ ദാനത്തിന്റെയും ഒക്കെ പുണ്യം ലഭിക്കുകയും ചെയ്യും. അവസാന സമയത്ത് നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കും. എങ്ങനെയാണെങ്കിലും നമ്മൾ നിരന്തരം ഭഗവാന്റെ നാമം ജപിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ അടുത്തേക്ക് എങ്ങനെ തിരിച്ചു പോകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ, ഭക്തിയ പുരുഷ സ പരം പാർത്ഥ ഭക്യാലഭ്യസ്തനന്യ 22ാമത്തെ ശ്ലോകത്തിൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ഭക്തിയിലൂടെ മാത്രമേ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലായാലേ നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുള്ളൂ എന്നും ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഭഗവാനെ കുറിച്ച് നമ്മൾ എന്തെല്ലാമാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഭഗവാനെ കുറിച്ചുള്ള കാര്യമായതുകൊണ്ട് അത് ഏറ്റവും രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത അധ്യായത്തിന്റെ പേരെന്താണ്? രാജവിദ്യ രാജഗുഹ്യയോഗം. ഏറ്റവും വലിയ വിദ്യയാണ് ഭഗവാനെ കുറിച്ചുള്ള അറിവ്. അതുകൊണ്ട് അത് രാജവിദ്യയാണ്. ഏറ്റവും രഹസ്യവുമാണ് ഭഗവാനെ കുറിച്ചുള്ള അറിവ്. അതുകൊണ്ട് അതെന്താണ്? രാജഗുഹ്യവുമാണ്, ഏറ്റവും രഹസ്യം. ആ രാജഗുഹ്യം, രാജവിദ്യ രാജഗുഹ്യം എന്നുള്ള അധ്യായമാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്, 9ാമത്തെ അധ്യായം. അത് നമ്മൾക്ക് നാളെ വായിക്കാം. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ വായിച്ച 8ാമത്തെ അധ്യായത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താ പ്രഭുജി? എന്താണ്?